നമ്മുടെ പ്ലാൻ എന്താണെന്ന് അറിയോ? ആ തമിഴ്നാട്ടിൽ നിങ്ങൾ കണ്ടാണ് 4 അല്ലെങ്കിൽ 5 ടൈപ്പ് ബിരിയാണി, 5 സ്റ്റേറ്റിലെ ബിരിയാണി കഴിക്കണം. മുട്ട അതെന്താ ചേച്ചി അയാൾക്ക് മാത്രം മുട്ട കൊടുത്തേ? എനിക്ക് മുട്ടയില്ല അപ്പൊ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. രാവിലെ 6 മണിക്ക് 4 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫുഡ് വ്ളോഗ്സ് ചെയ്യാൻ പോവാണ്. സോ അതിന് പറ്റിയ സ്ഥലം ബാംഗ്ലൂരാണ്. പക്ഷേ യൂഷ്വൽ ബാംഗ്ലൂർ വ്ളോഗ്സ് ആയിരിക്കില്ല, യൂഷ്വൽ ഫുഡ് വ്ളോഗ്സ് ആയിരിക്കില്ല. ഇന്ന് നമ്മുടെ പ്ലാൻ എന്താണെന്ന് അറിയോ? ആ തമിഴ്നാട്ടിൽ നിങ്ങൾ കണ്ടാണ് 4 അല്ലെങ്കിൽ 5 ടൈപ്പ് ബിരിയാണി, 5 സ്റ്റേറ്റിലെ ബിരിയാണി കഴിക്കണം. സോ അത് നടക്കുന്ന ഒരു സ്ഥലം ഈസി ആയിട്ട് ബാംഗ്ലൂരാണ്. അതിനുവേണ്ടി പോവാണ്. സോ പോകുന്ന വഴിക്ക് തമിഴ്നാട്, അത് കഴിഞ്ഞ് കർണാടക, ആന്ധ്ര, കേരള ആൻഡ് പറ്റുമെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യ മുകളി ടൈപ്പ് ബിരിയാണി കഴിക്കുന്നതായിരിക്കും. സോ ഇതാണ് സംഭവം. ആൻഡ് നമ്മുടെ കാറ് നമ്മൾ ചാർജ് ചെയ്തിട്ടിരിക്കുവാണ്. നമ്മുടെ മെയിൻ ഫേവറേറ്റ് സ്ഥലം ട്രാവൽ ലോഞ്ച്. ബെസ്റ്റ് പ്ലേസ് സ്റ്റോപ്പ് ഓവർ ഫോർ റിഫ്രഷ്മെൻറ്റ്സ് ആൻഡ് ബാത്റൂമാണ് ട്രാവൽ ലോഞ്ച് പാലക്കാട്. ആൻഡ് ജെഫ്രിൻ രാവിലെ തന്നെ പോയി ചായയും കുടിക്കുന്നുണ്ട്. കാറിലിരുന്ന് ഭയങ്കര ഉറക്കം തൂങ്ങലായിരുന്നേ. ഇന്ന് ഒരു ദിവസത്തില് 5 ബിരിയാണി അറിയാലോ. ഒരു ബിരിയാണി നമ്മൾ ഷെയർ ചെയ്യും. അതൊക്കെ ആയിക്കോട്ടെ. 5 ബിരിയാണി, അത് കഴിഞ്ഞിട്ടുള്ള 2 വ്ളോഗ്സ് അത് പറഞ്ഞിട്ടുള്ള അത് എല്ലാ ദിവസം വരുമ്പോ അവര് വെയിറ്റ് ചെയ്തിരിക്കണം. പക്ഷെ വെറൈറ്റി ഫുഡ് വ്ളോഗ്സ് ആയിരിക്കണം. എന്തായാലും നമ്മൾ ഡയറ്റ് ആയിരിക്കണം. ആര് എന്നിട്ടാണ് 5 ബിരിയാണി കഴിക്കാൻ പോകുന്നത്. തുടക്കം തന്നെ ദുരന്തം കേട്ടോ. മൂഷാട്ടായിരിക്കുവാണ്. മര്യാദയ്ക്ക് ഞാൻ ഓർഡർ ചെയ്താൽ മതിയായിരുന്നല്ലോ. വലിയ പരിഷ്കാരിയാവാൻ നോക്കിയതാ. ഞാൻ ഇന്ത്യൻ സാധനം മാത്രം ഓർഡർ ചെയ്യുള്ളൂ, ഇന്ത്യൻ സാധനം മാത്രമേ കഴിക്കുള്ളൂ. ഒരാൾ നോക്ക്, ഇവിടെ ഒരു ഫ്രഞ്ച് എന്താ ഇന്ത്യൻ ഓംലെറ്റ് എന്ന് പറഞ്ഞിട്ട് സവാള കുറച്ച് ഓംലെറ്റ് കിട്ടി. എനിക്കാണെങ്കിൽ ഇവിടെ പൊട്ടാറ്റോ വെഡ്ജസ്, ബ്രൗൺ ബ്രെഡ്, ഇത് ഓംലെറ്റ് വിത്ത് ചീസും ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും ഒരു വിഷമാ. പോവാം. അപ്പൊ നെക്സ്റ്റ് സ്റ്റോപ്പ് സ്റ്റാർ ബിരിയാണി. ഓക്കെ, കറക്റ്റ് 12 o'clock ആകുമ്പോൾ എത്താം. മതി, അന്നേരം കഴിച്ചാൽ മതി. ഒരു ഫ്രോഡ് ഫസ്റ്റ് ബിരിയാണി കട ഞങ്ങളെ പറ്റിച്ചിട്ടാ. അമ്പൂർ സ്റ്റാർ ബിരിയാണി എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഗൂഗിൾ ചെയ്തത്. അങ്ങനെയാണ് ലൊക്കേഷൻ കാണിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഏത് സ്റ്റാർ ബിരിയാണിയാണെന്നറിയോ? ഏതോ ഒരെണ്ണം ഞാൻ കാണിച്ചത് MTS സ്റ്റാർ STAAR ബിരിയാണി. തനി ഒരു ലോക്കൽ സെറ്റപ്പാണ്. കയറണോ വേണ്ടോ ഇങ്ങനെ പേടിച്ചിരിക്കും. കാരണം ഫുഡ് വ്ളോഗ് തുടങ്ങുമ്പോൾ തന്നെ കഴിച്ച് വയറ് പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഫുഡ് വ്ളോഗ്സും കൊള്ളാവും. എന്ത് നോക്കട്ടെ, ഞാനും കഴിക്കും. പക്ഷെ ഇവിടെ മറ്റേ കോഴി ഇറച്ചി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ലോക്കൽസ് വന്ന കാരണം എനിക്ക് തോന്നുന്നില്ല പൊട്ട ഫുഡ് കൊടുക്കുന്നു. കാരണം ലോക്കൽസ് എല്ലാ ദിവസവും വന്നതല്ലേ. അന്നൊക്കെ പോയി നോക്കിയാലോ. വേണ്ട, MTS സ്റ്റാർ ബിരിയാണി എന്ന് പറഞ്ഞ ഇതേ കാണിക്കുന്നത്. ഒരു മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, നാട്ടുകോഴി ഫ്രൈ, ഫിഷ് ഫ്രൈ. എന്തായാലും തമിഴ്നാട് ബിരിയാണി ഒത്തന്റിക് തമിഴ്നാട് തന്നെ ആവട്ടെ അല്ലേ? കോഴിയൊക്കെ നിർത്തി ഫ്രീ കേറണോ? ഇത് കണ്ടിട്ട് തന്നെ ഒരു സവാളയൊക്കെ ഫ്രഷ് ആണെന്നറിയാം. ഒറ്റ ആളില്ല, അതാ എനിക്ക് അന്നം കാട്ടി പേടി. അപ്പൊ പോയോ ഫ്രീ? സമയം എന്തായെന്ന് അറിയോ? 11:30 ആയല്ലോ. 11:30 ആയുള്ളൂ. എനിക്കൊന്ന് ബിരിയാണിയുടെ സവാള ആയിരിക്കും. 1 മണിക്കൂറോ? 1 മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്തില്ല. അത് തന്നെ. അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്ത് ഒത്തന്റിക് ബിരിയാണി തപ്പിയുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് മിക്കവാറും പൊളിക്കും കേട്ടോ. RR ബിരിയാണി എന്ന് പറഞ്ഞ് എസ്പെഷ്യലി കൂളിംഗ് ഗ്ലാസ് വെച്ച് എൻ്റെ ഓണർ തന്നെയാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു സംഭവം ആവാനുണ്ട്. കണ്ടിട്ട് അത്യാവശ്യം നല്ല സെറ്റപ്പ് ഒക്കെയാണ്. RR ബിരിയാണി ഹൈവേ തന്നെയാണ്. സോ ഇവിടെ കയറി കഴിക്കാവുന്നതാണ് വിചാരം.
ഇവിടെ എനിക്കൊന്ന് നമ്മുടെ ബക്കറ്റ് ബിരിയാണിയാണ് ഫേമസ് തോന്നുന്നു. കുറേ ബക്കറ്റ് ഇട്ടിട്ടുണ്ട്, ഫേമസ് ആണെന്ന് തോന്നുന്നു. അകം നല്ല ഈസി ഒക്കെയാണ്, അത്യാവശ്യം നല്ല സ്പേഷ്യസും ക്ലീനാണ്. ആരും വന്നു തുടങ്ങിയിട്ടില്ല. നമുക്ക് ഫാൻ്റെ അടിയിൽ വല്ലതും പോയിരിക്കാം. അപ്പുറത്ത് ജഫറിനടുത്തല്ലേ 2022 നല്ല ഫോട്ടോ. അതെ, ഞാൻ അപ്പുറത്തെ സ്റ്റാർ ബിരിയാണി പോവാന്ന് പറഞ്ഞ ജഫറിനാണ് ഇത് സജസ്റ്റ് ചെയ്തത്. കേട്ടല്ലോ, നമ്മള് വരുമ്പോ എപ്പോഴും സ്റ്റാർ ബിരിയാണി പോണല്ലേ. ജഫറിന് എന്ത് ഓർഡർ ചെയ്താലും ദുരന്തമാവാറുണ്ട്. അപ്പൊ അന്ന് ടർക്കി പോയപ്പോ ഞാനൊരു മറ്റേ പേസ്റ്റ് മറ്റൊരു ഇത് ഓർഡർ ചെയ്തപ്പോ എന്താ ഭയങ്കര പുകഴ്ത്തലായിരുന്നല്ല. ആരും ഓർഡർ ചെയ്തു? ദിലു തന്നെ. ഞാൻ ഒരു പേസ്റ്റ് കണ്ടോ, വേണമെങ്കിൽ എടുത്തിട്ട് കണ്ടോ. ഈ ജഫറിന്റെ ഇപ്പത്തെ പടി എന്നല്ല, ഇപ്പഴല്ല, ടർക്കി പോയിട്ട് വന്നിട്ടുള്ള പടി ഇപ്പോഴും ഇരുന്ന ടർക്കി വ്ളോഗ്സ് കാണും. അതുകൊണ്ട് ഭയങ്കര ഓർമ്മയാ. എനിക്ക് ഓർമ്മയൊന്നും ഇല്ല. സർവീസ് ഒക്കെ ഭയങ്കര നല്ലതാണ്. ചേച്ചിമാര് തന്നെ വന്ന് ഇലയൊക്കെ ഇട്ട് മറ്റേ ക്ലീൻ ചെയ്തിട്ട് തരും അല്ലേ. അത് ഭയങ്കര നല്ലതാണ്. നല്ല കിട്ടിലൻ സാലഡ് അല്ലേ, കട്ടിത്തൈരും അതുപോലെ തന്നെ സവാളയും എല്ലാം ഉണ്ട്. പിന്നെ ഇതെന്താ, ബ്രിഞ്ചാളാ. അത് കൊള്ളാലോ, കട്ടി സാലഡ് കേട്ടോ. ഇത് ഞാൻ കഴിക്കും, എനിക്ക് ഇങ്ങനത്തെ സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. ബ്രിഞ്ചാള് ചേച്ചിക്ക് ഭയങ്കര സന്തോഷം നമുക്ക് വിളമ്പി തരുന്നതില്. കണ്ടാ, ചിരിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ ടേസ്റ്റും കൂടും. മുട്ട, ഓ അതെന്താ ചേച്ചി അയാൾക്ക് മാത്രം മുട്ട കൊടുത്തേ? എനിക്ക് മുട്ടയില്ല. അപ്പൊ മട്ടന്റെ നല്ല പീസ്. ഇനി ഒരു ചിക്കനും കൂടെ വരുന്നവരെ വെയിറ്റ് ചെയ്യണേ. എൻ്റെ ആക്ച്വലി ഏറ്റവും ഹൈ ഹോപ്പ് ഈ തമിഴ്നാട് ബിരിയാണിയിലാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം തമിഴ്നാട് ബിരിയാണിയാണ് ആൻഡ് കേരള ബിരിയാണി. ഇത് രണ്ടും. മട്ടൻ്റെ പീസ് നോക്കട്ടെ ആദ്യമേ. പപ്പടത്തിനൊരു കുറവുണ്ട്. മട്ടൻ നല്ല സൂപ്പർ മട്ടനാണ്. ടേസ്റ്റ് വൈസ് അല്ല, ടെക്സ്ചർ വൈസ് നോക്കട്ടെ. നല്ല ബസ്മതി അരിയാണ്. നല്ല ഫ്ലേവർ അല്ലേ, നല്ല എരിവുണ്ട്, നല്ല ഫ്ലേവറാണ്. സ്പൈസിയാണ്. നമ്മൾ ചെട്ടിനാടൊക്കെ സ്പൈസി എന്ന് വിചാരിച്ചാലും ഇത് ഭയങ്കര സ്പൈസിയാണ്. അതുകൊണ്ട് അരിയൊക്കെ നോക്ക് വിട്ട് വരുന്നത്. ഈ എനിക്കൊന്ന് ഈ മുളകിൻ്റെ എരിവാണ് ഇതിലേക്ക് വരുന്നത്. വിട്ട് വരുന്ന അരി ഓയിലിയാണ് ആ സമയത്ത്. ഇതെന്താ അടുത്തത്? ഓ, അലുവയുണ്ട്. പോരെ, നമുക്ക് ഇതിൻ്റെ കൂടെ ഈ സാലഡും കൂടെ ഇട്ട് മട്ടനും കൂടെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം വലിയ എരിവ് ചിലപ്പോൾ കാണില്ല. ഓ, ഭയങ്കര ടേസ്റ്റ്. ജഫ്രി സൂപ്പർ സജഷൻ. ഇത് ഞാൻ മറക്കില്ല. കണ്ണാടി കണ്ടിട്ട് കയറിയതാ. ഒരു നാട്ടുകോഴി പിച്ചിപ്പോട്ട് ഫ്രൈ എന്ന് പറഞ്ഞാണ്. സോ കൂടുതൽ എല്ലാമാണ്. അപ്പോൾ എനിക്കൊന്ന് മറ്റേ കൗണ്ടി ചിക്കൻ ആയിരിക്കും. ഭയങ്കര ചൂട്. പക്ഷെ ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. റോസ്റ്റ് ചെയ്യും തോന്നുന്നു. ചിക്കൻ നോക്കട്ടെ. ഞാൻ വെച്ചാൽ സാധാരണ ഈ കൗണ്ടി ചിക്കനൊക്കെ ഭയങ്കര ഹാർഡായിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബേബി ചിക്കൻ ആണോ അതോ നാടൻ കോഴിയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പെപ്പർ ചിക്കൻ ഫ്രൈ റോസ്റ്റ് പോലെ അല്ലേ. ഒരു പിച്ചിപ്പോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി ഇടുന്നതായിരിക്കും. നമ്മുടെ കൊത്തു പൊറോട്ടയൊക്കെ അടിക്കുന്ന പോലെ ചെയ്യുന്നതായിരിക്കും. ഇതും ഈ ബിരിയാണി റൈസ് കൂടെ നോക്കട്ടെ. പക്ഷെ ഈ സാലഡ് ഭയങ്കര അഡിക്റ്റീവ് ആട്ടാ. ഇതും കൊള്ളാം. ഈ ബ്രിഞ്ചോളിന്റെ കറി 2 ബക്കറ്റ്. ഇവിടെ ബക്കറ്റ് കണക്കിനാന്ന് തോന്നുന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ബാംഗ്ലൂരിൽ പോവുകയാണെങ്കിൽ, കൊച്ചി ഈ വഴി പോവുകയാണെങ്കിൽ RR കയറിക്കോട്ടെ ധൈര്യത്തോടെ. ഇതിലൂടെ നിങ്ങൾ ഇതും ഓർഡർ ചെയ്യണം. ഈ പിച്ചിപ്പോട്ട ചിക്കൻ ഒരെണ്ണം മതി. എന്നിട്ട് ഒരു ചിക്കനും കൂടെ ഓർഡർ ചെയ്താൽ, കാരണം മട്ടൻ പീസ് സൂപ്പർ ആണെങ്കിലും കുറച്ചേ ഉള്ളൂ ഈ റൈസ് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ അതിൻ്റെ കൂടെ ഈ ചിക്കനും കൂടെ ഓർഡർ ചെയ്ത് സാലഡും കൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പാണ്. ഇവരുടെ ബ്രെഡ് പുഡിംഗ് കൂടെ ഉണ്ട്. അതുകൂടെ എന്തായാലും വേണ്ടി വരും കേട്ടോ. കാരണം അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സാധാരണ തമിഴ്നാട്ടിലെ ബിരിയാണിക്ക് ഇത്ര എരിവ് കാണില്ലെന്ന് വിചാരിച്ചു. പക്ഷേ എരിവുണ്ട്. ബ്രെഡ് പുഡിംഗ് നോക്കട്ടെ. ഓ, ശർക്കര, നെയ്യ്, കാഷ്യൂ, ബ്രെഡ്, ഇത്രയും ഫ്ലേവർ കിട്ടില്ല. ഇത് ഷായ്ക്കത്തുക്കട ഇല്ലേ, അതിന് തന്നെ മിൽക്കില്ലാത്തൊരു വേർഷൻ. എന്തായാലും ഫസ്റ്റ് പ്ലേസ് തുടക്കം തന്നെ അടിപൊളി. ഇനി നേരെ ബാംഗ്ലൂരിലേക്ക് പോയിട്ട് അവിടുന്ന് മേഘ്ന ബിരിയാണി. എല്ലായിടത്തെയും ബില്ല് ഗസ് ചെയ്യേണ്ട ജഫറിന്റെ ജോബാണ്. ഇവിടെ എത്ര കാണും? ഒരു മിനറൽ വാട്ടർ, ബിരിയാണി, പിന്നെ ഒരു ചിക്കൻ. 650 കണ്ട് കാണും. സത്യം പറ. 670. ഓ, എന്തായാലും തുടക്കം അടിപൊളിയല്ലേ? അധികം കഴിക്കണ്ട, അടുത്ത സ്ഥലത്ത് പോയാലുള്ള. ശരിയാവില്ല.
ചാർജ് ചെയ്യാൻ ബ്രേക്ക് എടുക്കും, ഡയറ്റാന്ന് പറയും, ഐസ്ക്രീം പോയി വാങ്ങി കഴിക്കും. ചാർജ് ചെയ്യാനോ? നേരെ മേഘ്നയിലേക്കാ പോകുന്നത്. അതെ, വേറൊരു കാര്യം അറിയോ, ആ മേഘ്ന ഫുഡ് ഇല്ലേ, അത് ബാംഗ്ലൂരിലൊരു ഭയങ്കര ഫേമസ് ആണേ ഉള്ളൂ. അത് കന്നഡ സ്റ്റൈൽ അല്ല. കന്നഡ സ്റ്റൈല് മിലിറ്ററി ഹോട്ടലിൽ പോകണം. അതെവിടെയോ? അത് നമുക്ക് തപ്പാം. അത് നാളെ ഉച്ചയ്ക്ക് വല്ലതും പോയി ഉച്ചയ്ക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് മേഘ്ന ഫുഡിൽ പോയി അത്ര ഹൈപ്ഡ് അല്ലേ, അത് കഴിക്കാം. രാത്രി നമുക്ക് പ്രോപ്പർ ആന്ധ്ര ബിരിയാണിയും പോയി കഴിക്കാം. അവിടെ നാഗാർജുന. നാഗാർജുന. ഓക്കെ, മീൽസ് കഴിക്കാൻ പോയ സ്ഥലം. ഓക്കെ. എനിക്ക് വാങ്ങിയില്ല അല്ലേ? ഡയറ്റല്ലേ? ഞാൻ ഡയറ്റ്. ഗൈസ്, മാസിക് ട്രാഫിക്കിന് ശേഷം നമ്മൾ എത്തിയിട്ടുണ്ട്. കോരമംഗലിൽ തന്നെ വന്ന് പാർക്ക് ചെയ്തു. വേഗം പോയി മേഘ്ന ബിരിയാണി കഴിക്കണം. മേഘ്ന ബിരിയാണി ജസ്റ്റ് ഞാൻ ഇവിടുത്തെ ഏറ്റവും ഹൈപ്ഡ് അപ്പ് ബിരിയാണിയിൽ ഒന്നാണല്ലോ, അതുകൊണ്ടാണ് കഴിക്കുന്നത്. ഹൈദരാബാദി ബിരിയാണി പക്ഷെ ഒത്തന്റിക് ഹൈദരാബാദി ഞാൻ തോന്നുന്നില്ല. ഇവരുടെ ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്, അത് കിട്ടുമെങ്കിൽ അത് കഴിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹോപ്പ്ഫുള്ളി ഹൈപ്പിനുള്ള അത്രയും തന്നെ ടേസ്റ്റ് കാണുമെന്ന് വിചാരിക്കുന്നു മേഘ്ന ബിരിയാണി. ഷോർമ നോക്കി കറങ്ങുന്ന എന്തൊരു ചെലവായിരിക്കും അപ്പൊ ഇവിടെ. ഇവിടെ മറ്റേ സംഭവം ഉണ്ട് കേട്ടാ, ആ ലേസ് പൊട്ടിച്ച് ചിക്കനും സംഭവങ്ങളൊക്കെ ഇടുന്ന. ഇത് നല്ലതായിരിക്കും അല്ലേ? ബിരിയാണി കഴിച്ചിട്ട് സൈഡ് ഡിഷ് ഇട്ടോടെ കഴിക്കല്ലേ? ഇതോ ഒരു ബിരിയാണി പറഞ്ഞാൽ മതി, സൈഡ് ഡിഷ് പറയണ്ടോ? അപ്പൊ അത് ഒരെണ്ണം പറയാം, ഇത് ഒരെണ്ണം തിരിച്ചു വന്നിട്ട് ഇത് ഒരെണ്ണം കഴിയാം. എന്താണ് ഈ കോരമംഗലടക്കം മാറ്റം? ഇപ്പൊ ഡാഡിയുടെ ഒരു വ്ളോഗിൽ ഡാഡി കൽക്കട്ട മറ്റേ 30 വർഷം മുമ്പ് 40 വർഷം മുമ്പ് വിട്ടിട്ട് ഇപ്പോഴും അതുപോലെ ആയിരിക്കും വിചാരം. ഞാൻ 10 വർഷമായി വിട്ടിട്ടുള്ളൂ ബാംഗ്ലൂര്. മാറിയിട്ടില്ലല്ലേ? എന്താ ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഫുഡിന്റെ കേന്ദ്രമാണ്. അന്ന് ഉണ്ടായിരുന്നു, പക്ഷെ ഇതിപ്പം ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച്. നമ്മുടെ ബാങ്കോക്കിലൊക്കെ ടോക്കിംഗ് സ്ട്രീറ്റിലൊക്കെ അതുപോലത്തെ ഒരു ഫീല് അല്ലെ? കച്ചവടം, ഫുൾ ഫുഡ്, ബാറ്, ഡ്രിങ്ക്സ്, ഷോപ്പിംഗ്, വേറെ ഒന്നുമില്ല. ഇത് തന്നെ മേഘ്ന ഫുഡ്സ്. ഇത് ഞാൻ ഉള്ളപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നേ, പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ബാംഗ്ലൂരിൽ ഉണ്ടായിട്ട് വരെ മേഘ്ന ഫുഡ്സ്. വിശ്വസിക്കോ, സമയം 5:30, ബിരിയാണി കഴിക്കാൻ ഇരിക്കുന്ന ആൾക്കാര് എന്താ അല്ലേ? വലിച്ചു വാരി പറയണ്ട, രാത്രി വേറെ ബിരിയാണി കഴിക്കാനുള്ളതാ. പിന്നെ പറ്റുമെങ്കിൽ തിരിച്ചു പോകുമ്പോ ഷോർമയുടെ ലേസ് കഴിക്കണമെങ്കിൽ അത് വേണമെങ്കിൽ കഴിക്കാം. അതുകൊണ്ട് ചിക്കൻ 65 അപ്പുറത്തിരുന്ന ആൾക്കാർ കഴിക്കുന്നുണ്ട്. ആശാനാ ഞാൻ പറയുന്നത്, അപ്പുറത്തെ ടേബിളിൽ കഴിക്കുന്നൊക്കെ കണ്ടിട്ട് അതെടുത്ത് കഴിക്കണ്ട, അത് വേണം ഇത് വേണം എന്ന് പറയണ്ട. അത് കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു മേഘ്ന സ്പെഷ്യൽ ബിരിയാണിയാണ്, 370 റുപ്പീസ്. അത് ഓക്കെ, ചിലപ്പോൾ ക്വാണ്ടിറ്റി കാണും, രണ്ടുപേർക്കും ഓക്കെ ആയിരിക്കും. ഇതിന്റെ ഒക്കെ റേറ്റ് എനിക്കൊന്ന് മൊത്തം പൈസ അവർ കൂടുതൽ സേവ് ഉണ്ടാക്കുന്നത് ഈ ഡ്രിങ്ക്സിൽ കൂടെ ആയിരിക്കും. വലിയ എക്സ്പെൻസീവ് അല്ല, പക്ഷെ എന്നാലും വെറും നാരങ്ങ വെള്ളത്തിന് 65 രൂപ. ആയോ? ബാംഗ്ലൂരിലൊക്കെ അത് ഓക്കെയാ? ഇല്ല, ബാംഗ്ലൂരിൽ വെറും 10 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അല്ലല്ലോ. പിന്നെ എങ്ങനെയാ? ഏത് എങ്ങനെയാ പറ? ഇവിടെ ഈ മേഘന ഫുഡി വന്ന ബിരിയാണിയുടെ കൂടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പറ്റൂല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പൈസ വെച്ച് കഴിക്കണ്ടായിരുന്നു ചോദിക്കാം. ഇല്ല, ബിരിയാണി കഴിക്കാലോ, വെള്ളം കുടിക്കില്ലേ? പിന്നെ സാലഡ്, ഒരു ഗ്രേവി, പിന്നെ റൈത്ത, ഇത്രയും തന്നിട്ടുണ്ട്. പക്ഷെ റൈത്ത നമ്മൾ മറ്റേ സംഭവം വേറെ ലെവലാണ്. ഓ, ചിക്കൻ ബോൺലെസ് ബിരിയാണി. ഇത് ഫുൾ ഗ്രേവി പോലത്തെ ഒരു സെറ്റപ്പ് ആണല്ലോ. അതിൻ്റെ കൂടെ ഒരു വലിയ പോർഷൻ ഓഫ് റൈസും കേട്ടോ. ഇനി ഇവരെ സെർവ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. സെർവ് ചെയ്ത് നോക്കട്ടെ. ഇത്രയും ഗ്രേവി, ചിക്കൻ കറി പോലെ ഉണ്ടല്ലോ. നന്നേ വേറെ കറി പറയാതിരുന്നത്, ചിക്കൻ കറി പോലെ തന്നെ ഉണ്ട്. അയ്യോ, ജഫ്രിന്റെ കൂടുതലായി പോയേട്ടാ. ഈ ബിരിയാണി എല്ലാം ഇങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെയാ പോയി? കൊള്ളാലോ. പയ്യത് വെയിറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തുക. ഫോട്ടോ ഒന്നും എടുക്കണമല്ലോ. എന്തോ ബോധപ്പെട്ടു. പണ്ടത്തെ ടേസ്റ്റോ, ജനിച്ചപ്പോ തൊട്ട് ഇവിടെ ഒന്ന് കഴിക്കുന്നതാണ്. പണ്ടത്തെ ടേസ്റ്റ് ആണ്. ഇല്ല, പക്ഷെ എത്ര നാളുണ്ടായിരുന്നു ബാംഗ്ലൂര്? എത്ര നാളുണ്ടായിരുന്നു ബാംഗ്ലൂർ? ഞാൻ 2 വർഷം. ഇല്ല. 7 മാസം ഞാൻ കഴിച്ചു. സോ ആദ്യമേ നമുക്ക് ചിക്കൻ നോക്കട്ടെ. ഇതൊരു ചില്ലി ചിക്കൻ പോലെയൊക്കെ ഉണ്ട്. ഇതെന്താ മഞ്ഞ കളറകത്ത്? മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടോ? ജഫ്രിന്റെ വലുപ്പ് നോക്കട്ടെ. റൈസ് ഭയങ്കര സോഫ്റ്റ്, ശരിക്കും പഞ്ഞിയിൽ പിടിക്കുന്ന പോലെ ഉണ്ട്. ഓക്കെ, ഇനി അതും ഇതും കൂടെ.
ഇവരുടെയൊക്കെ റൈസിനുണ്ടല്ലോ നല്ല ബസ്മതി ഉപയോഗിച്ചിരിക്കുന്നത്, മറ്റേനത്ര ഓയിലി അല്ല. ഇവരുടെയൊക്കെ റൈസിന് ഭയങ്കര ഫ്ലേവറാണ്. നമ്മുടെ ബിരിയാണി പോലെയല്ല. നമ്മുടെ ബിരിയാണിയിലെ മസാല വരുമ്പോഴല്ലേ റൈസിന് ഫ്ലേവർ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് മറ്റേ പട്ട ഗ്രാമ്പ് അങ്ങനത്തെയൊക്കെ ഫ്ലേവറാണ് വരുന്നത്. ഇത് ഭയങ്കര ഒരു മീറ്റി ഫ്ലേവറാണ് റൈസിന് വരുന്നത്. ആ, അത്ര സ്പൈസി അല്ല. സ്പൈസി വേണമെങ്കിൽ ഇത് സ്പൈസി ആക്കി തരും കേട്ടോ. പിന്നെ ചിക്കന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ്, ഒരു ചില്ലി ചിക്കൻ ഇന്ത്യനൈസ് വേർഷന്റെ ടേസ്റ്റാണ് വരുന്നത്. ഹൈദരാബാദി ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഹൈദരാബാദി ബിരിയാണി. പക്ഷെ ടേസ്റ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുലാവ് പോലെ അല്ലേ, ഒരു റൈസ് ചിക്കൻ റൈസ് പുലാവ് പോലെ. പക്ഷെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഗ്രേവി ആണെങ്കിൽ ഗ്രേവിക്ക് ഇതൊരു ചിക്കൻ്റെ ഗ്രേവിയുടെ ടേസ്റ്റ്. നമ്മുടെ മറ്റേ ഒരു വെജിറ്റബിൾ ഗ്രേവിയോ അങ്ങനത്തെ ചട്നിയുടെ ഫ്ലേവറൊന്നും അല്ല, ശരിക്കും ഒരു ചിക്കൻ ഗ്രേവിയുടെ ടേസ്റ്റ് ആണ്. അടിപൊളി. ഹൈപ്പിനുള്ളതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. വേറെ എവിടെയും കിട്ടാത്ത ഒരു രീതിയിലുള്ള ടേസ്റ്റ് ഇവിടെ വരുന്നത്. ഓവറോൾ ടേസ്റ്റ് ഇസ് വെരി ഗുഡ്. റൈസ് ഇസ് സോ സോഫ്റ്റ്. ഞാൻ കഴിച്ചിരിക്കുന്നതിൽ വെച്ച് വൺ ഓഫ് ദ സോഫ്റ്റസ്റ്റ് റൈസാണ്. ആ സമയത്ത് കുഴഞ്ഞു പോയിട്ടില്ല. ഇപ്പഴ് പറയാം, ഗ്രേവിയും സാലഡും ചിക്കനും റൈസും കൂടെ മിക്സ് ചെയ്യാം. ഒന്ന് ഒഴിച്ചോ. ഓക്കെ, ആദ്യമേ കുറച്ച് ഗ്രേവി. ഓക്കെ, അത് മിക്സ് ചെയ്യുക. റൈസ്, ചിക്കനുണ്ട്, കുറച്ച് മതി 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 കുറച്ച് സാലഡ്, എല്ലാം കൂടി. എന്തോരം ഫ്ലേവേഴ്സ് അല്ലേ നമ്മുടെ ഒരു ബൈറ്റിൽ തന്നെ വരുന്നത്. ഓ, ഇതൊക്കെ പ്രിയക്കും ഇഷ്ടപ്പെടും. അത്രയും സ്പൈസി അല്ല, ബോൺലെസ്സും ആണ്. അടിപൊളി. ആദ്യമായിട്ടാണ് നമ്മുടെ ലൈഫിൽ എല്ലായിടത്തും ഒരു ഡിഷ് വാങ്ങി ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുന്നത്. പക്ഷെ അതുപോലെ മര്യാദ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഇത്രയും വെറൈറ്റി കഴിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഞാൻ തീർത്ത് കേട്ടോ, ക്ലീൻ ആക്കി ഒരു സാധനവും വേസ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങള് ഹാപ്പി ആയിട്ട് ഇനി പറ്റുമെങ്കിൽ ഷോർമ കഴിക്കാൻ പറ്റുമോ? അതിൻ്റെ കൂടെ പറയാനുള്ളത്, രാവിലെ പോയ ആണെങ്കിലും ഇതാണെങ്കിലും സർവീസ് ഔട്ട്സ്റ്റാൻഡിങ്. ഫിംഗർ ബോളൊക്കെ ഉടനെ തന്നെ വരും. മൗത്ത് ഫ്രഷ്നർ, ടൂത്ത് പിക്ക് എല്ലാം ഉടനെ തന്നെ കൊണ്ടുവരും. നല്ല സർവീസ് ആയിട്ട് സ്റ്റാഫ്, ചിരിച്ചുകൊണ്ട് സെർവ് ചെയ്യുന്ന സ്റ്റാഫ് അല്ലേ. എല്ലാം അടിപൊളി. ഇറങ്ങാം. ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാം റീലിൽ വൈറലാക്കി കട്ടെ ഈ ലേസ സാധനങ്ങൾ പൊട്ടിച്ച്, അല്ലെങ്കിൽ ഡൊറിട്ട് പൊട്ടിച്ച് അതിൽ ഷോർമ മീറ്റ്, പിന്നെ മറ്റേ സാലഡ്, സോസ് എല്ലാം കൂടി ഇട്ട് തരും. എസ്പെഷ്യലി എബ്രോഡിലൊക്കെ. ആദ്യമേ ലേസിൽ ഷോർമ മീറ്റ് ഇടും. ഇപ്പൊ ഭയങ്കര ഒരു ബിസിനസ് കോൺസെപ്റ്റായി നടക്കുന്നത്. പിന്നെ അതെ അവിടെ പോവാ, സാലഡ് ഇടാൻ പോകുന്നു. പിന്നെ അതെ സോസ് ഇടുന്നുണ്ട് അവിടെ. ഓക്കെ, നല്ല മയണീസാന്ന് തോന്നുന്നു. ഒരു ഫാറ്റി ഫുഡായിരിക്കും ഇതില്. ചിപ്സ്, സോസ്, പൂരി ഇടുന്നത്. പിന്നെ അതെ നമ്മുടെ ഷോർമയുടെ സാലഡ്സ് ഡ്രസ്സിങ് തന്നെയാന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര ചെലവാന്ന് തോന്നുന്നു ഷോർമയൊക്കെ. എന്തോരം അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാലോ. ഇത് എന്താ ഇത്ര സെൻസേഷൻ ആവാനുള്ളതെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. സോസ്, അതിന്റെ മുകളിൽ വേറെ സോസ്, പിന്നെ അടുത്ത സോസ്. വീഴുന്നില്ല. ഇത് ഭയങ്കര റിച്ച് ആയിരിക്കും കേട്ടോ. ബിരിയാണി, ലേസ്, എന്താ ഇതല്ലേ. നന്നായി മിക്സ് ചെയ്യണേ. ലേസും കൂടെ വരണം. അടിയില്ല. എന്തോരം ഫില്ലിംഗ് അല്ലേ. കുറെ ഉണ്ട്. ഇത് നമുക്ക് നാളെ തീരുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇന്ന് തീരും. എല്ലാം വാങ്ങിക്കോന്ന് പറയും വലിയ ആളെ പോലെ. ഞാൻ മിണ്ടിയിട്ടില്ല കേട്ടോ. എന്റെ ജെഫ്രി ഇടിച്ച് ഞാൻ കൂട്ടിഞ്ഞ സത്യമായിട്ട് ഇവിടെ ബാംഗ്ലൂരിൽ വന്നപ്പോ നമ്മളെ കൂടി. ഇത് ഗായ്സ് ഞാനിത് പറഞ്ഞിട്ടില്ല, കാരണം ഇനി ഒരു ബിരിയാണിയും കൂടെ കഴിക്കണ്ട. അപ്പൊ ഇത് വേണമെന്ന് ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, വേണമെന്ന് അല്ലേ. ഞാൻ ഒന്നും പറയുന്നില്ല, കൂടി പോകുന്നത്. സോ ഇതില് നമുക്ക് ലേസ് കിട്ടുന്നുണ്ട്, സോസ്, സാലഡ്, ചിക്കൻ. കൂടുതൽ ചിക്കനാണ്. സോസ് എന്തൊരു വെയിറ്റ് പാക്കറ്റിന്. നല്ല വെയിറ്റാ. നൈസല്ലേ. നൈസാണ്, പക്ഷെ ഭയങ്കര റിച്ച് ആണ്. ഭയങ്കര റിച്ച്. എന്തോരം മീറ്റാന്ന് നോക്കിയത്. ഭയങ്കര അതിന്റെ അടിയിലാണ് ലേസ് വന്നത്. ഭയങ്കര
ആക്ച്വലി ഇതിന്റെ ഗുണം എന്താ അറിയോ, ആ ലേസ് അറിയാലോ ഇങ്ങനത്തെ പാക്കറ്റ് കുറച്ചേ കാണുള്ളൂ, ബാക്കി മൊത്തം മീറ്റും വെജിറ്റബിളും. ആക്ച്വലി സോസ് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തി സംഭവം. സത്യം. മതി ബിരിയാണി കഴിക്കാനുള്ള. 4 മണിക്ക് തുടങ്ങിയതാ അതെ. തീറ്റയും ഡ്രൈവിങ്ങും. ഇപ്പൊ സമയം 5:30 6 മണിയായി. ഇനി പോയി കുറച്ചു നേരം കിടക്കുക. ഒന്നും കഴിക്കണ്ടല്ലോ. ഇനി ഒന്നും കഴിക്കണ്ട, രാത്രി ബിരിയാണി. അവസാനം ഒരു 6 കിലോമീറ്റർ പോകാൻ 48 മിനിറ്റ് ഞങ്ങൾ എടുത്തത്. റൂമിലെത്തി. ഇത് ജിംഖാന ക്ലബ്ബാണ്. റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല റൂമാണ്. എനിക്കൊന്നൊരു ആവറേജ് 3,000-3,500 ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ റൂമാണ്. അത്യാവശ്യമല്ല, ഭയങ്കര സ്പേഷ്യസ് റൂമാണ്. ഇതുപോലെ ഒരു ബാർ കൗണ്ടർ ഉണ്ട്. ക്ലബ് ആയതുകൊണ്ടായിരിക്കും വെള്ളം അടിക്കുന്നവർക്കുള്ള ഒരു ഫെസിലിറ്റി. പിന്നെ 2 ചെയർസ്, ഇവിടെ വലിയൊരു ബെഡ് വിത്ത് യുവർ ബാക്ക് റെസ്റ്റ് ആൻഡ് ഓൾ, വലിയ TV. ഇതൊരു വുഡൻ പ്ലാറ്റ്ഫോം പോലെ ചെയ്തിട്ടുണ്ട്. സോ കുറച്ചൊരു പ്രീമിയംനെസ് തോന്നിക്കുന്നുണ്ട്. പിന്നെ ക്ലീനിനെസ് ഒക്കെ ഓക്കെയാണ് അല്ലേ. ഫുൾ AC, നല്ല സ്ഥലമാണ്, നല്ല റൂമാ. പിന്നെ അതെ ഇതുപോലെ മിറേഴ്സും റാക്സും എല്ലാം. ഇതൊക്കെ ചിലപ്പോൾ ഡേർട്ടി ആയിരിക്കും, കുഴപ്പമില്ല, ക്ലീൻ ആണ്. ആൻഡ് ടവലൊന്നും ഇല്ല അല്ലേ, ടവല് സോപ്പും അങ്ങനത്തെ ഒന്നുമില്ല. ക്ലബ് ആയതുകൊണ്ടായിരിക്കും, ചോദിച്ചു നോക്കാം. പിന്നെ വലിയ ബാത്റൂമും ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അങ്ങനെയൊന്നും കുളിക്കുന്നത് എനിക്കൊന്ന് കാണണം. അപ്പൊ കുറച്ചേരം കിടന്നിട്ട് അടുത്ത ബിരിയാണി. എന്തൊരു ഉറക്കമായിരുന്നു. ആരാ? ഞാൻ. വാ, ഇനി അടുത്തത് ഭാഗ്യത്തിന് തൊട്ടടുത്ത് തന്നെ പ്രോപ്പർ തലശ്ശേരി ബിരിയാണി കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നു. പക്ഷെ അത്രയും പ്രോപ്പർ അല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്നാലും പോയി നോക്കാം, കാരണം റിവ്യൂസ് വെച്ച് നല്ലതാന്ന് കേട്ടെ. സോക്സ് എവിടെ? സോ ഇത് സേവറി റെസ്റ്റോറന്റ് ആണ്, ഫ്രേസർ ടൗണിലുള്ളത്. ഇവിടെ ഹോപ്പ്ഫുള്ളി നല്ല തലശ്ശേരി ബിരിയാണി കിട്ടും എന്നാണ് ഞാൻ കേട്ടത്. ഹൈദരാബാദ് ഹലീം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും നമ്മൾ വീഴുന്നതായിരിക്കില്ല. മെയിനായിട്ട് ഉള്ളി ബിരിയാണി, കൊച്ചരി ആയിരിക്കണം, ഒരു മഞ്ഞ കളറും വെള്ള കളറിന്റെ മിക്സ് വേണം, നല്ല ടേസ്റ്റ് വേണം, 2 ചിക്കൻ പീസും വേണം. അതെ. ഇത് കണ്ടിട്ട് ആക്ച്വലി ഒരു തലശ്ശേരി ബിരിയാണി ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും എന്തൊക്കെ ടൈപ്പ് വെറൈറ്റി അല്ലേ ബിരിയാണി അല്ലേ? എന്താ മുട്ടയില്ല? നന്നായി. തലശ്ശേരി ബിരിയാണി ശരിക്കും മുട്ട പാടില്ല, അങ്ങനെയാ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ചെറിയ ചോറാണ്, അതാണ് മെയിനായിട്ട് വേണ്ടത്. സവാള വറുത്തിട്ടിട്ടുണ്ട്, അത്യാവശ്യം ഇതുപോലെ നല്ല മസാലയുണ്ട്. നോക്കട്ടെ, ചിക്കൻ പീസ് വറുത്തതാട്ടോ, ദമ്മല്ല. ആ ഫസ്റ്റ് തന്നെ ഇത് ഞാൻ ഇന്ന് നമ്മൾ ഇതുവരെ കഴിച്ചാൽ ഏറ്റവും ഓയിലിയാ അല്ലേ. കയ്യിൽ ഭയങ്കരമായിട്ട് ഓയിൽ വരുന്നുണ്ട്. ഇത് കണ്ട നമ്മുടെ സ്റ്റൈൽ അത് തന്നെ എപ്പോഴും അതുപോലെയാണല്ലോ, ഓയിലിയാണ്. ചിക്കൻ പീസ് കുറച്ച് ഹാർഡാണ്, ബട്ട് ഇറ്റ്സ് ഫ്രൈഡ്. നോക്കട്ടെ, നല്ല ചൂടുണ്ട്. രാത്രിയിൽ ദം ഇറക്കാൻ പറയുന്നത് നടക്കണ കാര്യമാണ്. ഏതാ രാത്രിയില് ദം? പക്ഷെ ദം ബിരിയാണി അല്ല തലശ്ശേരി. കാരണം നമ്മുടെ ഇങ്ങനത്തെ ഫ്രൈഡ് ആണെങ്കിലുണ്ടല്ലോ ഭയങ്കര ഹാർഡായിരിക്കും പീസ്. ഇത് ഹാർഡല്ല, അത് ഭയങ്കര ഒരു സംഭവമാണ്, ഹാർഡല്ല. നോക്കട്ടെ ഇനി കഴിക്കാം. പക്ഷെ തലശ്ശേരി ബിരിയാണി ശരിക്കും കഴിച്ച് എൻജോയ് ചെയ്യണമെങ്കിൽ പപ്പടം വേണം അല്ലേ. നാട്ടിലത്തെ ഫ്ലേവർ വരുന്നുണ്ട്. ഈ ഫ്ലേവർ കൊച്ചി കിട്ടില്ല. കൊച്ചി ടോട്ടലി വേറെ ഒരു ഫ്ലേവർ ബിരിയാണി. അത് ഇൻക്ലൂഡിങ് നമ്മുടെ തലശ്ശേരി സ്റ്റൈൽ എന്ന് പറഞ്ഞാലും മലബാർ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ ഒരു ഫ്ലേവർ കിട്ടുന്നില്ല. നോർമലി എനിക്ക് ഫ്രൈഡ് ബിരിയാണി ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ ഇത് ആക്ച്വലി ഭയങ്കര ടേസ്റ്റിയാണ്. എനിക്ക് തോന്നുന്നു ഈ റൈസിൻ്റെ ഫ്ലേവറാണ്. റൈസ് കുറച്ച് കുഴഞ്ഞു പോയിട്ടുണ്ട്, അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല തലശ്ശേരി ബിരിയാണി. പക്ഷെ ഇതിൻ്റെ റൈസിന് ഭയങ്കര നല്ല ഫ്ലേവറും ഉണ്ട്, ഓയിലിയാണ്. ആ ഓയിലിന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല നെയ്യിൻ്റെ ഒരു ടേസ്റ്റാണ്. ആൻഡ് ദിസ് ചിക്കൻ ഇസ് ഓൾസോ പ്രിറ്റി നൈസ്. സോ തലശ്ശേരി ഇന്ന് കഴിച്ച എല്ലാ ബിരിയാണിയും ആക്ച്വലി സക്സസ്ഫുൾ ആയി അല്ലേ. അടിപൊളിയാണ്. ആറാറ് വേറെ ലെവല്. മേഘ്നയും നല്ലതായിരുന്നു അല്ലേ. തലശ്ശേരി പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി നല്ലത് എന്തായാലും കിട്ടുമായിരിക്കും വേറെ എവിടെയെങ്കിലും. നമുക്കൊരു ഭയങ്കര ഒരു ഡിഫറെന്റ് ഫീലിംഗ് ഒന്നുമില്ല. ഈ ഒരു ബിരിയാണി കൂടെ കഴിക്കാനുണ്ടായിരുന്നു, ഒരു മുഗളി ബിരിയാണി. പക്ഷെ ഫുള്ളായി പോയി ഗൈസ്. ഞങ്ങൾ 4 സ്റ്റേറ്റിൽ നിന്ന് കഴിക്കണം വിചാരിച്ചു, പക്ഷെ 3 സ്റ്റേറ്റ് ആയി. സോ കേരള, കർണാടക വന്ന് ഹൈദരാബാദ് ബിരിയാണി, പിന്നെ തമിഴ് സ്റ്റൈൽ ബിരിയാണി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശരിക്കും RR ബിരിയാണിയാണ്. സോ ഒരു 3 ബിരിയാണി, പക്ഷെ ആ ലേസ് കഴിച്ചത് ഭയങ്കര ഹെവി ആയി പോയി. സോ എന്തായാലും നിങ്ങൾ ഇന്നത്തെ വ്ളോഗ് എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ബിരിയാണി കഴിക്കാൻ
എന്താ പറയുന്ന ഒരു ടെംപ്ടേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നാളത്തെ വ്ളോഗ്, നാളെ അല്ല അടുത്ത വ്ളോഗ് ഏതായിരിക്കും എന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. ഇതുപോലത്തെ ഒരു സ്പെഷ്യൽ സംഭവമായിരിക്കും. ഒരു 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 ക്ലൂ പറയാമെങ്കിൽ തീ പാറുന്ന വ്ളോഗ് ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും? ഈറ്റിംഗ് ഓൺലി ഒരു സർട്ടൻ കൈൻഡ് ഓഫ് ഫുഡ് ഫോർ എ ഡേ. ഓക്കെ, സോ ആ വ്ളോഗായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആൻഡ് ഹോപ്പ്ഫുള്ളി നിങ്ങൾ ഫുഡ് വ്ളോഗ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ സ്പെൻഡിങ് എ വാല്യുബിൾ ടൈം വിത്ത് us. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.